നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയിലെ രണ്ടാം തരംഗത്തിന്റെ തീവ്രത ഓർമ്മിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. കോവിഡിനെ ആരും നിസ്സാരവൽക്കരിക്കരുതെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയിലെ രണ്ടാം തരംഗത്തിൽ ജീവൻ നഷ്ടമായത് 2,40,000 പേർക്കാണെന്ന് UN റിപ്പോർട്ടിൽ പറയുന്നു. 2021 ഏപ്രിലിനും ജൂണിനും ഇടയിലാണ് ഇന്ത്യയിൽ രണ്ടാം തരംഗമുണ്ടായത്. സാമ്പത്തിക മേഖലയടക്കം ആ സമയം തകർന്ന തരിപ്പണമായെന്ന് UN പറയുന്നു. ഇതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തു തന്നെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാമെന്ന മുന്നറിയിപ്പും UN റിപ്പോർട്ട് നൽകുന്നുണ്ട്. ലോകം മുഴുവൻ കോവിഡിന്റെ പുതിയ തരംഗങ്ങൾക്ക് സാക്ഷിയാവും. ഒമൈക്രോൺ തീവ്രവ്യാപനത്തിന് ശേഷിയുള്ള വേരിയന്റ് ആണെന്ന് ഫ്ലാഗ്ഷിപ്പ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് എക്കോണമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് 2022 എന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഒമിക്രോൺ തരംഗമായി ആഞ്ഞടിക്കുകയാണെന്നും ഇതിലൂടെ പുതിയ തരംഗങ്ങളും രോഗവ്യാപനവും ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതുമൂലം മാനുഷിക പ്രശ്നങ്ങളും അതോടൊപ്പം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുകയും ചെയ്യും. അത്തരം പ്രതിസന്ധികളാണ് ഇനി ലോകരാജ്യങ്ങൾ നേരിടേണ്ടി വരികയെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ത്യയിലുണ്ടായത് കോവിഡിന്റെ തീവ്ര വ്യാപനമായിരുന്നു. ഡെൽറ്റ വേരിയന്റ് എടുത്തത് 2.5 ലക്ഷത്തോളം ജീവനുകളാണ്. അതിലുപരി സാമ്പത്തികമായി തിരിച്ചുവരുവാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെയാണ് അത് തകർത്തത്. അത്തരം തരംഗങ്ങൾക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കുക. ആഗോളതലത്തിൽ തന്നെ സഹകരിച്ച് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം തുടരണം. ഇതിന്റെ ഭാഗമാണ് എല്ലാവരിലും വാക്സിൻ എത്തിക്കുക എന്ന കാര്യം. വാക്സിൻ എല്ലാവർക്കും ലഭ്യമാകണം. കോവിഡ് മഹാമാരി ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഭീഷണിയാണ്. സുസ്ഥിരമായ ഒരു തിരിച്ചുവരവിനും വളർച്ചയ്ക്കും അത് തടസ്സമാകും. ഇന്ത്യയിൽ രണ്ടാം തരംഗം അതിതീവ്രമായിരുന്നു. നിരവധി മരണങ്ങളാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ആശുപത്രികളും ICUവും നിറഞ്ഞു കവിഞ്ഞു. ആരോഗ്യമേഖലയെ തന്നെ അത് താളം തെറ്റിച്ചിരുന്നു. ഓക്സിജൻ ലഭിക്കാതെ പലരും മരിക്കുന്നതിനും ഇത് കാരണമായി. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞതിനാൽ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പ്രതിദിനം 1 ലക്ഷം കേസുകൾക്ക് മുകളിൽ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒമിക്രോൺ തരംഗത്തിലും സമാനമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇത് ഡെൽറ്റ കേസുകളെ മറികടക്കുമെന്നാണ് റിപ്പോർട്ട്. വാക്സിൻ ലഭിക്കാത്ത കാരണങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളിലും സാമ്പത്തിക പുരോഗതി പെട്ടെന്നുണ്ടാവില്ല എന്നും UN വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് ഒമിക്രോൺ വ്യാപനം അതിരൂക്ഷമാണെന്നും ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓർമ്മിപ്പിച്ചു. കോവിഡിനെതിരായ ഏറ്റവും മികച്ച ആയുധം വാക്സിനേഷനാണ്. പഴയ സ്ഥിതി ഇനിയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മോദി പറഞ്ഞു. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 2 വർഷവും അതിജീവിച്ചതുപോലെ ഇത്തവണയും കോവിഡിനെ അതിജീവിക്കാനാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വ്യാപനം തടയാൻ വേണ്ട നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങൾക്ക് യോഗത്തിൽ നൽകി. കോവിഡ് വ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ പ്രാദേശികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. നിയന്ത്രണങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. കോവിഡ് കേസുകൾ ഉയരുമ്പോൾ മുൻപുണ്ടായ സ്ഥിതി ഇനിയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടിയന്തര ആവശ്യങ്ങൾ വന്നാൽ ഓക്സിജൻ കിടക്കകൾ തയ്യാറാണ്. പ്രാദേശിക കണ്ടെയ്ൻമെന്റ് സോണുകൾ ശക്തമാക്കണം. വീട്ടിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കണമെന്ന് ഉറപ്പുവരുത്തണം. പരിശോധനകളും ചികിത്സയും കൃത്യമായി നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.